അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനിൻ്റെ പുണ്യ ദിവസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അവൻ്റെ പുണ്യ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ദീൻ നൽകുക. അള്ളാഹു എല്ലാവർക്കും ദീൻ നൽകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ദീൻ കൊടുക്കുക അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കുവാനും കേൾക്കുവാനും അതിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കുവാനൊക്കെ ആഗ്രഹമുണ്ടാവുക അങ്ങനെയുള്ള ആളുകൾക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ്. അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം അള്ളാഹുവിനെ പറ്റി കേൾക്കുവാനും അവൻ്റെ ദീനിനെ പറ്റി പഠിക്കുവാനും ഒക്കെയുള്ള ആഗ്രഹം തന്നെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദല്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തും. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു എങ്ങനെയാണ് അവന്റെ അടിമകളെ ഉപയോഗപ്പെടുത്തുക? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യുവഫിഖുഹു, അവൻ തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. നന്മ ചെയ്യാൻ, ഖബലൽ മൗത്ത്, മരണത്തിന് മുമ്പ് നന്മയിൽ മുഴുകാൻ, മരണത്തിന് മുമ്പ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ, മരണത്തിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കി തന്നിട്ടുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ആഗ്രഹം, അതിനു വേണ്ടിയുള്ള യജ്ഞങ്ങൾ, അതിനു വേണ്ടിയുള്ള ആഗ്രഹം ഒക്കെ ഈ ഒരു ഭാഗമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇസ്തഅമല, അള്ളാഹു ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മാർഗത്തിൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതം ഏത് നിമിഷവും അവസാനിപ്പിച്ചു പോയാം. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയില്ല നമ്മുടെ ഓഫീസിലെത്തുമോ അല്ല നമ്മുടെ ഖബറിലെത്തുമോ എന്ന് നമുക്കറിയില്ല. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഷർട്ട്, നാം ധരിച്ച വസ്ത്രം എൻ്റെ കൈ കൊണ്ട് അയക്കുമോ, അല്ല എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ കൈ കൊണ്ടാണ് അയക്കുക എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാനിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവൻ ഇഖ്ലാസിലാണ് അവന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അവന് ഒരു ഭയമില്ല. അവൻ നിർഭയനാണ്. ഏത് സമയത്തും മരണം വരുമ്പോൾ അവൻ സന്തോഷവാനാണ്. കാരണം ആ മരണത്തെ പുൽകാൻ അവൻ തയ്യാറാണ്. കാരണം മരണത്തിൽ കലാശിക്കാത്ത സൗഭാഗ്യ ജീവിതം അവനെ കാത്തിരിക്കുന്നു എന്നുള്ള ദൃഢമായ ബോധ്യം, ആ ബോധം, വിശ്വാസം അവനുള്ളതോടൊപ്പം തന്നെ മരണവേളയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷ വാർത്ത അവനെ അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എല്ലാവരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അവരും വെറുക്കുകയാണല്ലോ. അങ്ങനെയല്ല ആയിഷ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, മരണത്തിന്റെ വേളയിൽ ആദ്യം വരുന്നത് മലായിക്കത്തുകളാണ്. മലായിക്കത്തുകൾ, ശുഭ്രവസ്ത്രധാരികളായ മലായിക്കത്തുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താണ് സന്തോഷ വാർത്ത? ആ സന്തോഷ വാർത്ത താങ്കൾ പോകാൻ പോകുന്ന സ്വർഗത്തിലെ പദവിയും അതുപോലെ തന്നെ സന്തോഷങ്ങളും അവനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ആ ഭാഗത്തും അവന്റെ ചുറ്റുപാടിലും അവന്റെ ഭാര്യയും മക്കളും വേജാറോടും കരച്ചിലോടും അതുപോലെ തന്നെ പ്രയാസത്തോടും കൂടി അവരെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് മരിക്കാനാണ്. എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവന് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ആഹ്ലാദത്തിന്റെയും ലോകത്തേക്കുള്ള വാതായനമാണ് അവന്റെ മരണം. ഒരു സത്യവിശ്വാസിയുടെ ആഘോഷമാണ് അവന്റെ മരണം. അതുകൊണ്ട് തന്നെ ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും അതിനെ നട്ടു വളർത്തുവാനുമുള്ള യത്നങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു യത്നം. അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുകയും ഫോർവേഡ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അത് അള്ളാഹു അതിന്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മരണത്തിന്റെ വേളയിൽ സ്വർഗത്തിലെ പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വജസാക്കുമുല്ലാഹ്.